നമ്മുടെ നാടിൻ്റെ ഈ മറഞ്ഞു കിടക്കുന്ന അറിവ് മുഴുവനായിട്ട് ശേഖരിക്കാനാവണം. അതിന് എല്ലാ വൈദ്യന്മാരുമായും പണ്ട് വൈദ്യ കുടുംബങ്ങളായിരുന്നവരുമായും ബന്ധപ്പെടാൻ സാധിക്കണം. അമൂല്യമായ പല ഗ്രന്ഥങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും പഴയ വൈദ്യ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അറിവിൻ്റെ അക്ഷയഖനി കിടക്കുന്നുണ്ട്. അത് മുഴുവൻ ഇവിടെ എത്തിക്കാനാവണം. അതിനുള്ള പ്രത്യേകമായ ഒരു പ്രവർത്തനം നടത്താനാകണം. അതിലൂടെ മാത്രമേ നാടിൻ്റെ ആകെ മറഞ്ഞു കിടക്കുന്ന അറിവ് ഒരിടത്ത് എത്തിക്കാൻ പറ്റൂ. ഇവിടെ നടക്കാൻ പോകുന്ന ഗവേഷണത്തിന് അത്തരം അറിവുകൾ വളരെ പ്രധാനമാണ്. അതിന് ഈ ശ്രമം നടത്തുമ്പോൾ നമ്മുടെ നാട്ടുവൈദ്യന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനാവണം. നാട്ടുവൈദ്യന്മാരൊന്നും നമ്മുടെ നാടിൻ്റെ താല്പര്യത്തിന് വിരുദ്ധരായവരല്ല. നാടിനു വേണ്ടി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പഴയകാലത്ത് വൈദ്യവൃത്തിയിലേക്ക് ഏർപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ ധനമുണ്ടാക്കി കളയാമെന്ന് മോഹിച്ചല്ല, അതിനോടൊരു താല്പര്യം വെച്ചാണ്. ആ താല്പര്യത്തോടെ ആയുർവേദം പഠിക്കുന്ന ധാരാളം പേർ ഇപ്പോഴുമുണ്ട്. അത് ആധുനിക കോഴ്സ് പഠിച്ചാൽ മാത്രമേ ആയുർവേദമാകൂ എന്ന നിർബന്ധം പിടിക്കേണ്ടതില്ല. അതിന് അതിൻ്റേതായ പ്രത്യേക അംഗീകാരം കൊടുക്കാൻ സാധിക്കണം. അതിനാണ് നാട്ടുവൈദ്യന്മാർക്ക്, നാട്ടുവൈദ്യത്തിന് പ്രത്യേക അംഗീകാരം കൊടുക്കുന്നതിനായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് രൂപം കൊടുക്കാൻ ഗവൺമെൻറ് നിശ്ചയിച്ചത്. അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോഴും. കാരണം പ്രത്യേക നിയമനിർമ്മാണം വേണം. അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചു വരുന്ന നാട്ടുവൈദ്യന്മാർക്ക് പ്രത്യേകമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗീകാരം കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്.